സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച തീരുമാനമെടുക്കാൻ കെ.പി.സി.സി തെരഞ്ഞെടുപ്പ് സമിതി യോഗം തുടങ്ങി. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിലാണ് യോഗം. കെ.പി.സി.സി നേതാക്കളുടെ യോഗത്തിന് ശേഷം ഡി.സി.സി ഭാരവാഹികളുമായി കൂടിക്കാഴ്ചയുമുണ്ട്. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ഡി.സി.സി ഭാരവാഹികളുമായാണ് ഇന്നത്തെ കൂടിക്കാഴ്ച. ബിനിൽ ലീല സാബു ചേരുന്നു. സാബു, എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ഇന്നത്തെ യോഗത്തിൽ നിന്ന്? എം.പിമാരടക്കം മത്സരിക്കുന്നതിലേക്ക് ഒരു തീരുമാനമുണ്ടാകുമോ? മറ്റു തർക്കങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പോൾ അതൊക്കെ പരിഹരിക്കാനാവുമോ? എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി തിരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ തന്നെയാണ് UDFന്റെ നീക്കം. അധികം വൈകേണ്ടതില്ല എന്ന് തന്നെയാണ് കെ.പി.സി.സി തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നത്. നേരത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി കേരളത്തിലേക്ക് വരികയും ഒരു പ്രാഥമിക ലിസ്റ്റ് അവർക്ക് കൈമാറുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ അതിലാണ് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ മത്സരിച്ച് ജയിച്ച സീറ്റുകളുണ്ട്, സിറ്റിംഗ് സീറ്റുകളുണ്ട്. അതിൽ രണ്ടിടത്ത് മാത്രമാണ് ഒരു മാറ്റമുള്ളത്. അത് തൃപ്പൂണിത്തുറയിലും അതുപോലെ തന്നെ പാലക്കാടുമാണ്. തൃപ്പൂണിത്തുറയിൽ കെ ബാബു മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. പാലക്കാട് രാഹുൽ മങ്കുടത്തിലായിരുന്നു, അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി വരും. ഈ രണ്ടിടങ്ങളിലല്ലാതെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. സിറ്റിംഗ് MLA തന്നെ മത്സരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് സംവരണ സീറ്റുകളാണ്. അതിൽ 4 തർക്കമുണ്ട്. ആ തർക്കം ഒഴിവാക്കിയാൽ മറ്റ് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെയും ചർച്ച ഇന്ന് ഉണ്ടാകും. ഒരു അന്തിമ പട്ടികയാകണമെങ്കിൽ ഫെബ്രുവരി 1-ാമത്തെ 2-ാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ മാത്രമേ അന്തിമ പട്ടിക ആവുകയുള്ളൂ. എന്തായാലും ഇന്നിപ്പോൾ ഇത്തരം ചർച്ചകൾ ഉണ്ടാകും. ജില്ലകളിൽ നിന്നുള്ള DCC അധ്യക്ഷന്മാരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളുമായി 3 ദിവസമായിട്ടാണ് ഈ ചർച്ചകൾ പൂർത്തിയാക്കുക. ഇന്നിപ്പോൾ ഈ കെ.പി.സി.സി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗത്തിന് ശേഷം DCC ഭാരവാഹികളെ കാണുന്നുണ്ട്. ഇന്ന് ആദ്യം കാണുക കൊല്ലം ജില്ലയാണ്. അതിനുശേഷം പത്തനംതിട്ടയും, പിന്നീട് 3-ാമതായാണ് തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കളെയും കാണുക. ജില്ലയിലെ DCC അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ ജില്ലയിൽ നിന്നുള്ള കെ.പി.സി.സി ഭാരവാഹികൾ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, ഇത്രയും ആളുകളെയാണ് കാണുക. അതിൽ ആ ജില്ലയിലെ പൊതുവിലെ ഒരു സാഹചര്യം വിലയിരുത്തും. അവിടെ മണ്ഡലങ്ങളിൽ ആർക്കൊക്കെയാണ്, അതായത് കോൺഗ്രസ് മത്സരിച്ച് ജയിച്ച മണ്ഡലങ്ങളുണ്ട്, അവിടെയൊക്കെ എന്താണ് നിലവിലെ സ്ഥിതി, അവിടെ തന്നെ ആ ആളെ തന്നെ മത്സരിപ്പിച്ചാൽ മതിയോ, ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കും. മാത്രമല്ല ജില്ലയിൽ നിന്നുള്ള ഭാരവാഹികൾ നിലവിലെ സ്ഥിതിയും സ്ഥാനാർത്ഥികളുടെ കാര്യമൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യും. എന്തായാലും ഈ 3 ജില്ലകളിലെയും ഭാരവാഹികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളുമായിട്ടായിരിക്കും മറ്റ് ജില്ലകളിലെ അധ്യക്ഷന്മാരും മറ്റ് ഭാരവാഹികളും ഒക്കെ ഇവിടേക്ക് എത്തുക. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ ഒരു യാത്ര വരുന്നുണ്ട്. യാത്ര സമാപിക്കുമ്പോഴായിരിക്കും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. അത് അധികം വൈകില്ല എന്നാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. ശാബിലി. ശരി, ബിനിൽ ലീല സാബു വിവരങ്ങൾ നൽകിയത്.